നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാട്രിയോട്ട് എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ്. 6-ാം ദിവസം പാട്രിയോട്ട് എന്ന സിനിമ വേൾഡ് വൈഡ് നേടിയത് 70 കോടിക്ക് മുകളിലാണ്. 70-71 കോടി റേഞ്ചിലോട്ട് വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയിട്ടുണ്ട്. പിന്നെ കേരള കളക്ഷൻ വന്നിട്ട് 20 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ പാട്രിയോട്ട് ഒരു മികച്ച കളക്ഷനിലോട്ട് മുന്നേറുന്നു. പക്ഷേ മമ്മൂട്ടി മോഹൻലാൽ ചിത്രം എന്ന നിലയിൽ ഈ കളക്ഷൻ വളരെ ബിലോ ആവറേജ് എന്ന് വേണം പറയാൻ. വാഴ പോലുള്ള സിനിമകൾ വേൾഡ് വൈഡ് ഏകദേശം 10 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 100, 150, 200 കോടിക്ക് അടുപ്പിച്ച് കളക്ഷൻ ചെയ്യുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള താരരാജാക്കന്മാർ അഭിനയിച്ച സിനിമ 70 കോടിയിൽ നിൽക്കുന്നത് വളരെയധികം അപലപനീയം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വന്ന നെഗറ്റീവ് റിവ്യൂകളും കാരണം ജനങ്ങളിലോട്ട് അധികം എത്തിയിട്ടില്ല, സിനിമ എത്താൻ സാധിച്ചില്ല. ഇന്നത്തെ കാലത്ത് ജനങ്ങൾ കൂടുതലും റീൽസും ഷോർട്സും എല്ലാം കണ്ട് ശീലിച്ച ജനങ്ങളാണ്. അതിൽ വരുന്ന ട്രോൾസും മീംസും എല്ലാം കാരണം അത് പാട്രിയോട്ട് എന്ന സിനിമയുടെ കളക്ഷനെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. പിന്നെ ചില മെയിൻ റിവ്യൂസ് എല്ലാം ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം വെളിപ്പെടുത്തി സിനിമയെ നശിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതൊക്കെ തികച്ചും മോശമായ ഒരു പ്രവണതയായിട്ട് കാണുന്നു. വരുംകാല മലയാള സിനിമകൾക്കും ഇത്തരം റിവ്യൂവേഴ്സിൽ നിന്നുള്ള ഒരു സമീപനം വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മറ്റൊരു കാരണം തിയേറ്റർ റെസ്പോൺസ് എന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുന്നവരുടെ ഒരു റെസ്പോൺസ്. അതിൽ തന്നെ മോഹൻലാൽ ഫാൻസ് ഉൾപ്പെടെയുള്ളവർ തികച്ചും നിരാശരായിരുന്നു. അവരുടെ റെസ്പോൺസ് എല്ലാം സിനിമയെ ബാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിൽ എല്ലാത്തിലും ഉപരി കാണുന്ന പ്രേക്ഷകർ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ ഹോട്ടലിൽ പോയി ഒരു ഊണോ സദ്യയോ ബിരിയാണി എന്തോ കഴിച്ചു, അയാൾക്ക് കഴിച്ചിട്ട് വന്നിട്ട് പറയുകയാണ് സദ്യ പോരാ, ബിരിയാണി കൊള്ളാം എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പോൾ ഒരാൾ റിവ്യൂ പറഞ്ഞനുസരിച്ച് ആ റിവ്യൂ ആ സിനിമ കൊള്ളൂലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനും കാണാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ഒരു ക്യാരക്ടറൈസേഷനെ ബാധിക്കുന്നു. നിങ്ങൾ എന്ത് തരം ക്യാരക്ടറാണെന്നുള്ളത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരാളുടെ റിവ്യൂ കണ്ട് സിനിമ കാണാൻ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അത് സ്വന്തം ക്യാരക്ടറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. തൃശ്ശൂർ രാഗം പോലുള്ള തിയേറ്റർ റെസ്പോൺസ് എന്നുള്ള ഒരു സംഭവം തന്നെ ഇനി നടത്താനാണ് പരിപാടി. കാരണം അത് വരുന്ന സിനിമകളെല്ലാം ബാധിക്കുന്നത് കൊണ്ട് തിയേറ്റർ റെസ്പോൺസ് ഉള്ള ഒരു പരിപാടി നടത്തുന്നത് തന്നെ ആയിരിക്കും നല്ലത്. മോഹൻലാൽ ഫാൻസിൻ്റെ രോദനം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ സിനിമയിൽ, സ്പോയിലറാണ്, മോഹൻലാൽ സിനിമയിൽ മരിക്കുന്നുണ്ട്. ആ സീന്, അത് മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ മോഹൻലാൽ മരിക്കുന്ന സീന് മോഹൻലാൽ ഫാൻസിനെ വളരെയധികം നിരാശപ്പെടുത്തി. അതുപോലെ കാപ്പാൻ എന്ന സിനിമയിൽ തമിഴ് താരം സൂര്യയുടെ കൂടെ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാപ്പാനിൽ മോഹൻലാൽ മരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് മോഹൻലാൽ ഫാൻസിന് പരാതിയില്ല. അതുപോലെ ജനതാ ഗാരേജിൽ മോഹൻലാൽ സെക്കൻഡ് റോൾ പോയിരുന്നു, അത് മോഹൻലാൽ ഫാൻസിന് പരാതിയില്ല. ജില്ല എന്ന സിനിമയിൽ സെക്കൻഡ് റോൾ പോയിരുന്നു, അത് മോഹൻലാൽ ഫാൻസിന് പരാതിയില്ല. ഈ ഇടയ്ക്ക് വന്ന കണ്ണപ്പ എന്നുള്ള സിനിമയിൽ ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത റോള് ചെയ്തിരുന്നു, അതും ജനങ്ങൾക്ക് പരാതിയില്ല. പിന്നെ എന്തുവാ പറയുക, ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ മോഹൻലാൽ ഫാൻസ് അല്ല, ഇത് മെയിനായിട്ട് മമ്മൂട്ടി വിരോധികൾ എന്ന് വേണം പറയാൻ. മമ്മൂട്ടി വിരോധികൾ, കാരണം മമ്മൂട്ടിയുടെ കൂടെ മോഹൻലാൽ മരിക്കുന്ന സീൻ വന്നുകൊണ്ടാണ് അവർക്കത് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അത് മോഹൻലാൽ ഫാൻസ് അല്ല, മമ്മൂട്ടി വിരോധികൾ തന്നെയാണ്. കാരണം മോഹൻലാലിൻ്റെ റോൾ വളരെ മികച്ചതായിരുന്നു. മോഹൻലാലിൻ്റെ അഭിനയവും വളരെ മികച്ചതായിരുന്നു. അദ്ദേഹം ഏറ്റവും താല്പര്യപ്പെട്ട് സമ്മതിച്ച് എടുത്ത റോളാണ് അത്. ആദ്യം സുരേഷ് ഗോപിക്ക് വെച്ചിരുന്ന റോളാണ് അത്. മോഹൻലാൽ തന്നെ ഏറ്റെടുക്കുമായിരുന്നു. മോഹൻലാൽ ഒരിക്കലും സ്ക്രിപ്റ്റ് വായിക്കാതെ റോൾ ഏറ്റെടുക്കാറില്ലല്ലോ. മോഹൻലാലിന് അത് തൻ്റെ പ്രകടനം മികച്ചതാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയായിരിക്കും മോഹൻലാൽ ആ റോൾ ഏറ്റെടുത്തത്. പക്ഷേ മമ്മൂട്ടി വിരോധികളായ ചിലർ അത് തെറ്റായി വ്യാഖ്യാനപ്പെടുത്തി സിനിമ നശിപ്പിച്ച് കളയുകയും ചെയ്തു. ഇത്തരം പ്രവണതകളെ നല്ല പ്രേക്ഷകരായ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.